നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ്രേക്കാണവും അവയവക്രമവുമാണ്. ദ്രേക്കാണത്തെ ബേസ് ചെയ്തിട്ടുള്ള അവയവക്രമമാണ്. ദ്രേക്കാണം എന്ന് പറയുന്നത് ഒരു രാശിയെ മൂന്നായിട്ട് തിരിക്കുന്നതാണ്. അതിന് ആധിപത്യമുണ്ട്. എല്ലാ വർഗങ്ങൾക്കും, എല്ലാ രാശിയെ തിരിക്കുന്നതിനും ആധിപത്യമുണ്ട്. ഇപ്പോൾ ഹോരയ്ക്കുണ്ട്, ദ്രേക്കാണത്തിനുണ്ട്, അതുപോലെ തന്നെ എല്ലാത്തിനുമുണ്ട്. ഷഷ്ട്യാംശത്തിനല്ല, എല്ലാത്തിനും ആധിപത്യമുണ്ട്. ദ്രേക്കാണാധിപത്യത്തെ ചൊല്ലി പല അഭിപ്രായങ്ങളുണ്ട്. പല ആചാര്യന്മാർ തമ്മിൽ ദ്രേക്കാണാധിപത്യത്തിന് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പ്രധാനമായിട്ടും എടുക്കേണ്ടത് ഒരാൾ ജനിച്ച സ്ഫുടം വീണ ദ്രേക്കാണം ഏതാണോ ആ ദ്രേക്കാണം മുതലാണ് അയാളുടെ ഒന്നാമത്തെ ദ്രേക്കാണം തുടങ്ങുന്നത്. എങ്ങനെ അത് തുടങ്ങണം എന്ന് വെച്ചാൽ, ഒരാൾ ജനിച്ചത് ഇപ്പം മേടം രാശിയിൽ ജനിച്ചാൽ അയാൾ 10 ഡിഗ്രിക്കുള്ളിലാണ് അയാളുടെ ലഗ്നം വീണിരിക്കുന്നതെങ്കിൽ അയാളുടെ ലഗ്നസ്ഫുടം വീണിരിക്കുന്നത് ഒന്നാം ദ്രേക്കാണത്തിലാണ്. പക്ഷേ അടുത്ത് 20 ഡിഗ്രിക്കുള്ളിലാണ് വീണിരിക്കുന്നതെങ്കിൽ രണ്ടാം ദ്രേക്കാണത്തിലാണെങ്കിലും അയാളുടെ ഒന്നാമത്തെ ദ്രേക്കാണം, ആ വ്യക്തിയുടെ ഒന്നാമത്തെ ദ്രേക്കാണം അതാണ്. ഇപ്പം രാശിയിലെ ദ്രേക്കാണത്തിന് ഇപ്പം നമുക്ക് മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം എന്നൊക്കെ പറഞ്ഞിട്ട്, മേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെ പോലെയും, ഇടവം ഋഷഭം എന്ന് പറയുന്ന കാളയെ പോലെയും, മിഥുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകതം സവീണം ഗതാധാരിയായ പുരുഷനും വീണ വായിക്കുന്ന സ്ത്രീയാണെന്നും, കർക്കിടകം എന്ന് പറയുന്നത് ഞണ്ടിനെ പോലെ ഇരിക്കും കർക്കിടകമെന്നും, കാട്ടിലെ രാജാവിനെ പോലെയാണ് സിംഹം എന്നൊക്കെ ഒരു രാശി സ്വരൂപങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ദ്രേക്കാണത്തിനും സ്വരൂപങ്ങളുണ്ട്. ആ ദ്രേക്കാണ സ്വരൂപങ്ങൾ വെച്ചിട്ട്, അതിൻ്റെ സ്വഭാവങ്ങൾ വെച്ചിട്ട് പല തരത്തിൽ ഇതിനെ തിരിക്കും. 36 ദ്രേക്കാണങ്ങളുണ്ട്. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. ഒരു രാശിചക്രത്തിൽ 36 ദ്രേക്കാണങ്ങളുണ്ട്. എന്തുകൊണ്ട് 36 ദ്രേക്കാണങ്ങൾ വരുന്നു? എന്തുകൊണ്ട് വരുന്നു? അത് ഒരു രാശി 30 ഡിഗ്രിയാണ്. അതൊക്കെ മൂന്നായിട്ട് തിരിക്കുമ്പോൾ 3 × 12 36. അപ്പം ഇതിൽ ദ്രേക്കാണ സ്വരൂപങ്ങൾ, ഈ ദ്രേക്കാണ സ്വരൂപങ്ങളിൽ തന്നെ ഭിന്നഭിപ്രായങ്ങളുണ്ട്. അതിൽ പൊതുവെ പ്രചാരത്തിലുള്ളത് നമുക്ക് പിന്നീട് പറയാം, ഭിന്നഭിപ്രായമുള്ളതും പറയാം. അപ്പം ദ്രേക്കാണ സ്വരൂപങ്ങളിൽ ഭിന്നഭിപ്രായമുണ്ട്, ദ്രേക്കാണ ആധിപത്യത്തിൽ ഭിന്നഭിപ്രായങ്ങളുണ്ട്. എന്നാലും പൊതുവെ കേരളത്തിൽ യൂസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഏതൊരു രാശിയുടെയും ഒന്നാം ദ്രേക്കാണത്തിൻ്റെ അധിപതി ആ രാശിയുടെ അധിപൻ തന്നെയായിരിക്കും. മേടത്തിൻ്റെ ആയാലും, ഇടവത്തിൻ്റെ ആയാലും, മിഥുനത്തിൻ്റെ ആയാലും, കർക്കിടകത്തിൻ്റെ ആയാലും, ചിങ്ങത്തിൻ്റെ ആയാലും തുടങ്ങി മീനം വരെയുള്ള രാശിയുടെ ഒന്നാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ ആ രാശിയുടെ തന്നെ അധിപനായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ആ രാശിയുടെ 5ാമത്തെ രാശിയുടെ അധിപനായിരിക്കും. ഇപ്പം മേടം രാശിയുടെ 2ാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് രവി ആയിരിക്കും. കാരണം എന്താ? മേടത്തിൻ്റെ 5ാമത്തെ രാശി അതാണ്. ഇടവൻ രാശിയുടെ 2ാമത്തെ ദ്രേക്കാണത്തിൻ്റെ അധിപൻ ആരാണ്? ബുധനാണ്. കാരണം ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നിയുടെ അധിപൻ. മിഥുനൻ രാശിയുടെ 2ാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ ആരാണ്? ശുക്രനാണ്. മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം ശുക്രനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും ഒരു രാശിയെ മൂന്നായിട്ട് തിരിക്കണമല്ലോ. മൂന്നാമത്തെ ഭാഗം 20 ഡിഗ്രി, ഒരു രാശിയുടെ 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ വരുന്ന മൂന്നാമത്തെ ഭാഗത്തെ മൂന്നാം ദ്രേക്കാണം എന്ന് പറയുന്നു. മൂന്നാം ദ്രേക്കാണത്തെ എന്താ പറയുക? അതിൻ്റെ അധിപൻ ആരാ? ആ രാശിയുടെ 9ാമത്തെ രാശിയുടെ അധിപൻ. 1, 5, 9 ഇങ്ങനെയാണ് ആധിപത്യത്തിൻ്റെ കണക്ക്. 9ാം രാശിയുടെ അധിപൻ. അപ്പം മേടം രാശിയുടെ 3ാമത്തെ ദ്രേക്കാണത്തിൻ്റെ അധിപൻ ആരാ വരുന്നത്? വ്യാഴമാണ്. അതെങ്ങനെ വരുന്നത്? മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു. ധനുവിൻ്റെ അധിപൻ ആരാ? വ്യാഴമാണ്. ഇപ്പം ഇടവൻ രാശി ലഗ്നമായി ജനിക്കുകയും അയാളുടെ ലഗ്നസ്ഫുടം വീണത് 22ാമത്തെ ഡിഗ്രിയിലാണെങ്കിൽ 20 മുതൽ 30 വരെയുള്ള ആ ദ്രേക്കാണം എന്ന് പറയുന്നത് അതിൻ്റെ അധിപൻ ആരാ വരുന്നത്? ശനിയായിരിക്കും. എന്താ? ഇടവൻ ലഗ്നത്തിൻ്റെ അധിപൻ ശുക്രനാണെങ്കിലും 20 ഡിഗ്രിക്ക് ശേഷം 30 ഡിഗ്രിക്കുള്ളിലുള്ള
ആ 10 ഡിഗ്രിയുടെ ആധിപത്യം വരുന്നത് ആ ദ്രേക്കാണം, മൂന്നാമത്തെ ദ്രേക്കാണമാണ് വരുന്നത്. അതിൻ്റെ ആധിപത്യം എവിടെയാണ് വരുന്നത്? 9ാമത്തെ രാശിയാണ്. അപ്പോൾ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം. മകരം രാശിയുടെ അധിപൻ ആരാ? ശനിയാണ്. ഈ ഒരു ക്രമമാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ളത്. ഇതല്ലാതെ പല അഭിപ്രായങ്ങളുണ്ട്. അത് ഞാൻ പിന്നീട് ദ്രേക്കാണത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുമ്പം നമുക്ക് പഠിക്കാം. നമ്മുടെ വിഷയം ഇന്നതല്ല. ദ്രേക്കാണ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ശാരീരിക അവയവങ്ങളാണ്. അപ്പം മേടം രാശി ആണ് ഞാനിവിടെ എടുക്കുന്നത്. മേടം രാശി ലഗ്നമായിട്ട് വരുമ്പം അയാൾക്ക് ഒരാളിൻ്റെ അവയവക്രമം എങ്ങനെയായിരിക്കും? ഇതേ ക്രമം നിങ്ങൾക്ക് ഇടവത്തിൽ ഉപയോഗിക്കാം, മിഥുനത്തിൽ ഉപയോഗിക്കാം, കന്നിയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ അത് ഇങ്ങനെ തിരിക്കണം എന്നേ ഉള്ളൂ. അത് ഈ മേടത്തിന് പറയുന്ന അതേ ക്രമം തന്നെ നിങ്ങൾ ഇടവത്തിലും മിഥുനത്തിലും ഒക്കെ ഈ പറയുന്ന ക്രമം തിരിച്ചാൽ മതി. അപ്പം മേടം ലഗ്നമായിട്ട് വരുന്ന സമയത്ത് മറ്റ് രാശികളുടെയും 1ാം ദ്രേക്കാണം എന്ത് ഫലമാണ് സൂചന തരുന്നതെന്ന് നോക്കാം. മേടത്തിൻ്റെ 1ാം ദ്രേക്കാണം കൊണ്ട് ശിരസും, ഇടവത്തിൻ്റെ 1ാം ദ്രേക്കാണം കൊണ്ട് വലത്തെ കണ്ണും, മിഥുനത്തിൻ്റെ 1ാം ദ്രേക്കാണം കൊണ്ട് വലത്തെ ചെവിയും, കർക്കിടകത്തിൻ്റെ 1ാം ദ്രേക്കാണം കൊണ്ട് വലത്തെ മൂക്കും, ചിങ്ങത്തിൻ്റെ 1ാം ദ്രേക്കാണം കൊണ്ട് വലത്ത് കവിളും, കന്യയുടെ 1ാം ദ്രേക്കാണം കൊണ്ട് വലത്ത് താടിയും, തുലാത്തിൻ്റെ 1ാം ദ്രേക്കാണം കൊണ്ട് മുഖവും വായും, വൃശ്ചികം എന്ന് പറയുന്നത് 8ആണ്. അതിൻ്റെ 1ാം ദ്രേക്കാണം കൊണ്ട് ഇടത്ത് താടിയും, ധനുവിൻ്റെ 1ാം ദ്രേക്കാണം കൊണ്ട് ഇടത്ത് കവിളും, മകര 1ാം ദ്രേക്കാണം കൊണ്ട് ഇടത്ത് മൂക്കും, കുംഭം കൊണ്ട് ഇടത്ത് ചെവിയും, മീനം കൊണ്ട് ഇടത്ത് കണ്ണും സൂചിപ്പിക്കുന്നു. ഇത് 2ാം ദ്രേക്കാണവും കൊണ്ട് മേടം ലഗ്നമായ ഒരാൾക്ക് മേടത്തിൻ്റെ 2ാം ദ്രേക്കാണവും സർവ്വ രാശിയുടെയും 2ാം ദ്രേക്കാണം എന്ത് നോക്കും എന്നുള്ളത് നോക്കാം. മേടം ലഗ്നമായി ജനിക്കുന്ന ഒരാൾക്ക് അയാളുടെ മേടം ലഗ്നത്തിൻ്റെ 2ാം ദ്രേക്കാണം അയാളുടെ കഴുത്തിനെ സൂചിപ്പിക്കുന്നു. ഇടവൻ രാശിയുടെ 2ാം ദ്രേക്കാണം വലത്തെ തോളിനെ സൂചിപ്പിക്കുന്നു. മിഥുനം രാശിയുടെ 2ാം ദ്രേക്കാണം ഭാവം എന്ന് പറയുന്ന വലത്തെ കയ്യെ സൂചിപ്പിക്കുന്നു. കർക്കിടകം വലത്ത് പാർശ്വം, ചിങ്ങം വലത്ത് ഹൃദയം, വലത്ത് ശ്വാസകോശം കന്നിയും, താടിയുടെ ഭാഗം തുലാത്തിലും, ഇടത്ത് ശ്വാസകോശം എന്ന് പറയുന്നത് വൃശ്ചികത്തിലും, വൃശ്ചികത്തിൻ്റെ 2ാം ദ്രേക്കാണവും, ഇടത്ത് ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ധനുവിൻ്റെ 2ാം ദ്രേക്കാണ ഏരിയയും, ഇടത്ത് പാർശ്വം എന്ന് പറയുന്ന മകരത്തിൻ്റെ 2ാം ദ്രേക്കാണ ഭാഗവും, ഇടത്ത് കൈ എന്ന് പറയുന്നത് കുംഭത്തിൻ്റെ 2ാം ദ്രേക്കാണ. ഈ കുംഭത്തിൻ്റെ 2ാം ദ്രേക്കാണ ഭാഗത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് നിന്നിട്ടും മാരകബന്ധം കൊണ്ട് ഇടത്തെ കൈ ഇങ്ങനെ പൊക്കി സാരി കുത്താൻ വയ്യാത്ത ഒരമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൈ പൊങ്ങുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടൊന്ന് പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഹാർട്ട് നോക്കി, പലതും നോക്കി, പല കാര്യങ്ങൾ നോക്കിയിട്ട് കൈ പൊങ്ങുന്നില്ല എന്ന് പറയുന്ന ഒരു തിരുമ്മലും ഫിസിയോതെറാപ്പി ആയിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് ഞാൻ അപ്പോൾ ഇത് വന്നപ്പോൾ അത് നോക്കിയപ്പോൾ ഞാൻ ഈ ഇടത്തെ കുംഭത്തിൻ്റെ 2ാം ദ്രേക്കാണത്തിൽ ആരാ നിൽക്കുന്നത് നോക്കിയപ്പോൾ ശനിക്ക് ഗുളിക ബന്ധത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ശനിക്ക് ഗുളിക യോഗം. അത് ഒരുപാട് ദൂരെയല്ല, 2 പേരും ഈ ദ്രേക്കാണത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. വളരെ അടുത്ത് 4 ഡിഗ്രി 5 ഡിഗ്രി വ്യത്യാസമേ ഉള്ളൂ. ശനി ഗുളിക യോഗം എന്ന് പറയുന്നത് ഈ 5 ഡിഗ്രി വ്യത്യാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല കേട്ടോ. അപ്പം മീനത്തിൻ്റെ 2ാം ദ്രേക്കാണം, മേടം ലഗ്നമായിട്ട് ജനിക്കുന്ന ഒരാൾക്ക് മീനത്തിൻ്റെ 2ാം ദ്രേക്കാണം എന്ന് പറയുന്ന ഭാഗം അയാളുടെ ഇടത്തോളിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ മേടം ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാൾക്ക് ഈ 12 രാശിയുടെ 3ാം ദ്രേക്കാണം ഏതൊക്കെ സൂചിപ്പിക്കും എന്ന് നോക്കാം. മേടത്തിൻ്റെ 3ാമത്തെ ദ്രേക്കാണ ഏരിയ എന്ന് പറയുന്ന അയാളുടെ അരക്കെട്ടിനെയും, ഇടവത്തിൻ്റെ 3ാം ദ്രേക്കാണം 20 ഡിഗ്രി ടു 30 ഡിഗ്രി വരെ അയാളുടെ ലിംഗഭാഗങ്ങളെ, സ്ത്രീകളാണെങ്കിൽ യോനി ഭാഗത്തെയും, അതുപോലെ തന്നെ മിഥുനത്തിൻ്റെ 3ാം ദ്രേക്കാണം എന്ന് പറയുന്നത് സ്ത്രീയുടെ ലൈംഗിക അവയവത്തിൻ്റെ അല്ലെങ്കിൽ ജനനേന്ദ്രിയത്തിൻ്റെ വലത്ത് ഭാഗത്തെയും, അതുപോലെ പുരുഷൻ്റെ ആണെങ്കിൽ അവരുടെ ടെസ്റ്റിക്കിളിൻ്റെ ഒരു സൈഡിനെയും വലത്തെ സൈഡിനെയും സൂചിപ്പിക്കുന്നു. കർക്കിടകത്തിൻ്റെ 3ാം ദ്രേക്കാണം എന്ന് പറയുന്നത് വലത്തെ തുടയും, ചിങ്ങത്തിൻ്റെ 3ാം ദ്രേക്കാണം എന്ന് പറയുന്നത് വലത്തെ മുട്ടും, അതുപോലെ തന്നെ കന്നിയുടെ 3ാം ദ്രേക്കാണം എന്ന് പറയുന്നത് വലത്ത് കണങ്കാലും, തുലാം എന്ന് പറയുന്നത് തുലാം രാശിയുടെ 3ാം ദ്രേക്കാണം എന്ന് പറയുന്നത് പാദത്തെയും, വൃശ്ചിക രാശിയുടെ 3ാം ഭാവത്തെ അവരുടെ ഇടത്ത് കണങ്കാലായിട്ടും,
ധനുരാശിയുടെ അവസാനത്തെ 10 ഡിഗ്രി എന്ന് പറയുന്നത് ഇടത്ത് മുട്ടായിട്ടും, മകരം രാശിയുടെ ലാസ്റ്റത്തെ 10 ഡിഗ്രി എന്ന് പറയുന്നത് ഇടത്ത് തുടയായിട്ടും, കുംഭൻ രാശിയുടെ ലാസ്റ്റത്തെ 10 ഡിഗ്രി എന്ന് പറയുന്നത് പുരുഷൻ്റെ വൃഷ്ണങ്ങളുടെ ഇടത്തെ വൃഷ്ണവും സ്ത്രീയുടെ യോനിഭാഗത്തിൻ്റെ ഇടത്ത് ഭാഗവും, പകുതി വെച്ചാൽ ഇടത്ത് ഭാഗവും, മൂന്നാം തിരക്കാണം ലാസ്റ്റ് മീനത്തിൻ്റെ മൂന്നാം തിരക്കാണം എന്ന് പറയുന്നത് ഗുദം, അതായത് ഏനസിൻ്റെ പോർഷൻസിനെയും സൂചിപ്പിക്കുന്നു. ഇത് മേടം ലഗ്നമായിട്ടുള്ളവരുടെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഇടവത്തിലേക്ക് വരുമ്പം ഇത് അതുപോലെ എടുത്ത് നീക്കണം നിങ്ങൾ. ഈ മേടം ലഗ്നമായിട്ടിരിക്കുമ്പോഴുള്ള മേടം ലഗ്ന വിചാരത്തിൽ നമ്മൾ ഈ പറഞ്ഞ അവയവഭേദങ്ങളെ, ഈ അവയവ വിഭാഗങ്ങളെ പോലെ തന്നെ ഇടവം മുതൽ മീനം വരെ കണ്ടുകൊള്ളുക. അതിങ്ങനെ തിരിച്ചു വെച്ചാൽ മതി, ഒന്ന് നീക്കിയാൽ മതി. ഈ ദ്രേക്കാണത്തിൽ നിൽക്കുമ്പോൾ 16ാമത്തെ ദ്രേക്കണം, ഈ അഷ്ടമഭാവം പറയുമ്പം നമ്മുടെ ആയുസ്സിനെ ചിന്തിക്കുമ്പം വളരെ ദോഷം നൽകുന്ന ഒരു ദ്രേക്കാണമാണ് 22ാം ദ്രേക്കാണം എന്ന് പറയുന്നത്. അത് എപ്പോഴും അഷ്ടമഭാവത്തിലായിരിക്കും വരുന്നത്. ഒരാൾ ജനിച്ച ദ്രേക്കാണം മുതൽ എണ്ണുമ്പം ഏത് ഡിഗ്രിയിലാണോ ജനിച്ചത് അതാണ് അയാളുടെ ഒന്നാമത്തെ ദ്രേക്കാണം. അവിടെ മുതൽ എണ്ണുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇടവൻ രാശിയിലാണ് ഒരാൾ ജനിക്കുന്നതെങ്കിൽ അയാൾ 1ാം ദ്രേക്കാണത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അയാൾ 22ാം ദ്രേക്കാണം എന്ന് പറയുന്നത് അഷ്ടമരാശിയുടെ 1ാമത്തെ ദ്രേക്കാണമായിരിക്കും. 2ാം ദ്രേക്കാണത്തിലാണ് ജനിക്കുന്നതെങ്കിൽ അഷ്ടമരാശിയുടെ 2ാമത്തെ ദ്രേക്കാണമായിരിക്കും. 3ാം ദ്രേക്കാണത്തിലാണ് ലഗ്നം ജനിക്കുന്നതെങ്കിൽ അയാൾ 22ാം ദ്രേക്കാണം എന്ന് പറയുന്നത് ഇടവൻ രാശിയുടെ 3ാമത്തെ ദ്രേക്കാണത്തിലാണ് അയാൾ ജനിക്കുന്നതെങ്കിൽ അയാൾ 22ാം ദ്രേക്കാണം എന്ന് പറയുന്നത് അയാളുടെ അഷ്ടമരാശിയുടെ 3ാമത്തെ ദ്രേക്കാണമായിരിക്കും. അപ്പം അതിൻ്റെ അധിപൻ, ആ ദ്രേക്കാണത്തിന് അധിപനെയാണ് 22ാം ദ്രേക്കാണം എന്ന് പറയുന്നത്. അഷ്ടമ പഠിക്കുമ്പോൾ നമുക്ക് പറയാം, ആയുസ് നിർണ്ണയിക്കുമ്പോൾ അത് വളരെ വേണ്ട ഒരു കാര്യമാണ്. എന്നാൽ രോഗനിർണയത്തിന് 16th ദ്രേക്കാണ ലോഡ്, ദ്രേക്കാണ സ്വരൂപം ഇതെല്ലാം വരും. അത് 6ാമത്തെ രാശിയിലാണ് 16ാമത്തെ ദ്രേക്കാണം വരുന്നത്. ഇപ്പോഴും ഒരാൾ ജനിക്കുന്നത് അയാളുടെ ഏത് ലഗ്നമായാലും 1ാമത്തെ ദ്രേക്കാണത്തിലെങ്കിൽ അതിന് 6ാമത്തെ രാശിയുടെ അധിപൻ തന്നെയാണ് 16ാം ദ്രേക്കാണത്തിൻ്റെ അധിപൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കാരണം എന്താ, 16ാം ദ്രേക്കാണം വരുന്നത് 6th ഹൗസിലെ ഫസ്റ്റ് ദ്രേക്കാണത്തിലായിരിക്കും. ഇതുപോലെ തന്നെ മുന്നോട്ട് കണ്ടുകൊള്ളുക. അപ്പോൾ 16ാമത്തെ ദ്രേക്കാണാധിപൻ എന്ന് പറയുന്നത് രോഗനിർണയ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വാധീനിക്കും. ചിലപ്പോൾ മറന്നിരിക്കുമായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം മേടം ലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളാണെന്നിരിക്കുക, അയാളുടെ 6ാം രാശി എന്ന് പറയുന്നത് കന്നിയാണ് അല്ലേ, ദ്രേക്കാണത്ത് അല്ലെ, മേടം 2ാം ദ്രേക്കാണത്തിലാണ് അയാളുടെ ലഗ്നം വീണെന്ന് വെക്കുക. അപ്പോൾ എന്തായിരിക്കും, കന്നിയിലെ 2ാം ദ്രേക്കാണത്തിൻ്റെ അധിപനാണ് അയാളുടെ 16ാമത്തെ ദ്രേക്കാണാധിപൻ ആണേ. കന്യയുടെ 5ാം രാശി നോക്കണം. ഓരോ രാശി, അപ്പോൾ കന്യയുടെ 2ാമത്തെ ദ്രേക്കാണമാണ് 16ാമത്തെ ദ്രേക്കാണം. അപ്പോൾ അതിൻ്റെ 5ാം രാശി എന്ന് പറയുന്നത് കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, ശനി. അപ്പം മേടത്തിന് ശനി 10ാം ഭാവമാണ് അല്ലേ. 10ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള അത്യാവശ്യം യോഗകാരകനായ ഗ്രഹവും കൂടിയാണ്. അത്യാവശ്യം ഗുണാനുഭവങ്ങൾ തരേണ്ടതാണ്. ഭൗതികപരമായിട്ടുള്ള ഗുണം തരുന്ന ഗ്രഹവുമാണ് ശനി. പക്ഷേ അവിടെ മറഞ്ഞിരിപ്പുണ്ട്, രോഗം തരാൻ സാധ്യതയുള്ളത്. കാരണം എന്താ, 16ാമത്തെ ദ്രേക്കാണത്തിൻ്റെ അധിപനും കൂടിയാണ് ശനി എന്നുള്ളത് കൊണ്ട് തന്നെ രോഗം തരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ഒന്നുകൂടെ നോക്കാം, ഒരാൾ മേടം 3ാം ദ്രേക്കാണത്തിലാണ് ജനിച്ചതെങ്കിൽ, ഉദാഹരണത്തിന് 24 ഡിഗ്രിയിലാണ് അയാൾ ജനിക്കുന്നത്, അപ്പം ഉറപ്പായിട്ടും അയാളുടെ 16ാമത്തെ ദ്രേക്കാണം വരുന്നത് കന്നിയിലെ 3ാമത്തെ ദ്രേക്കാണമായിരിക്കും, കന്നിയിലെ ലാസ്റ്റ് ദ്രേക്കാണമായിരിക്കും. അപ്പം ആ കന്യയുടെ ദ്രേക്കാണം സ്വരൂപം നോക്കണം. അതിൻ്റെ ദ്രേക്കാണാധിപത്യം എന്ന് പറയുന്നത് കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവമാണ്. ശുക്രനാണ് ഇവർക്ക് രോഗകാരകനായിട്ട് വരുന്നത്. അപ്പം 2, 7 ഭാവാധിപനായ ശുക്രൻ ഓൾറെഡി മാരകനാണ്, മാരക സ്വരൂപമുണ്ട്. അപ്പം 16ാമത്തെ ദ്രേക്കാണാധിപത്യവും കൂടെ വരും, ശുക്രൻ്റെ മാരകത്വം കൂടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവിടെ ശുക്രനാണ് രോഗം തരാൻ സാധ്യത. എന്നാൽ ശുക്രൻ 2, 7 ഭാവാധിപനായിട്ടോ നല്ല ഉച്ചനായിട്ടോ അല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് 2-ലൊക്കെ നിന്നാൽ ധനവും വിദ്യയും എല്ലാം തരും. ധനവും വിദ്യയും എല്ലാം 2-ൽ നിന്നുകൊണ്ട് തരും. പക്ഷേ
ഈ രോഗം തരാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ രോഗം തരാനുള്ള സാധ്യതയും കൂടി ഉള്ളതാണ്. അപ്പം ഈ ഒരു രാശിചക്രത്തിലെ 36 ദ്രേക്കാണങ്ങൾക്ക് പല വക സ്വഭാവങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 36 ദ്രേക്കാണങ്ങൾക്ക് പല വക സ്വഭാവങ്ങളുണ്ട്. ഈ സ്വഭാവങ്ങൾ വെച്ചിട്ടൊക്കെ ദേവപ്രശ്നത്തിൽ ഈ ദ്രേക്കാണ സ്വരൂപങ്ങളുടെ സ്വഭാവമൊക്കെ വെച്ചിട്ട് ദേവതയുടെ സ്വഭാവം നിർണ്ണയിക്കും. ദേവതയുടെ ആയുധങ്ങൾ നിർണ്ണയിക്കും. ദേവതയുടെ സ്വഭാവങ്ങൾ നിർണ്ണയിക്കും. ദ്രേക്കാണ അധിപനെ കൊണ്ട് നിർണ്ണയിക്കും. പ്രശ്നത്തിലൊക്കെ നമ്മൾ താൽക്കാലിക പ്രശ്നമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം പരദേവത എങ്ങനെയാണ് വരുന്നത്, പരദേവതയുടെ രൂപം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരാളാണ്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോഴത്തേക്ക് ഈ ദ്രേക്കാണ സ്വരൂപങ്ങളൊക്കെ പലരും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. ഞാനും ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിക്കാറുമുണ്ട്. പക്ഷേ ഞാൻ അതിനെ കുറച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള സ്റ്റഡിയാണത്. കുറച്ചുകൂടെ നമുക്ക് ഈ ഭാവവും രാശിയും, ഭാവത്തിനും തൽപ്പതിക്കും കാരകാക്കിയ ഗ്രഹത്തിനും, അപ്പോൾ ഭാവവും ഗ്രഹവും രാശിയും മൂന്നും വിശദമായിട്ട് അതിന് കിട്ടേണ്ട കോണ്ടൻറ്റ് നിങ്ങൾക്ക് കിട്ടിയ ശേഷം ആ ബേസ് ഉറപ്പിച്ചിട്ട് വേണം അടുത്ത സബ്ജക്റ്റുകളിലേക്ക് പോകാൻ. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം വിരമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 36 ദ്രേക്കാണങ്ങളെ പല പേരിൽ അറിയപ്പെടും. വിഷം, പാമ്പ്, അല്ലെങ്കിൽ അങ്ങനെ കുറച്ചുള്ള വിഷങ്ങളെ സൂചിപ്പിക്കുന്ന ഭാഗമാണെങ്കിൽ വിഷദ്രേക്കാണമെന്നും, ആയുധമേന്തിയിട്ടുള്ള സ്വരൂപങ്ങളുള്ളതാണെങ്കിൽ അതിനെ ആയുധദ്രേക്കാണമെന്നും, ക്രൂര സ്വഭാവത്തിലിരിക്കുന്ന ദ്രംഷ്ടകളോട് കൂടിയിട്ട് അല്ലെങ്കിൽ അക്രമ സ്വഭാവത്തിലിരിക്കുന്ന സ്വരൂപങ്ങളുള്ള ദ്രേക്കാണങ്ങളെ ക്രൂരദ്രേക്കാണങ്ങളെന്നും, മൃഗസ്വരൂപത്തിലിരിക്കുന്ന ദ്രേക്കാണങ്ങളെ മൃഗദ്രേക്കാണങ്ങളെന്നും, അഗ്നിസ്വരൂപത്തിൽ അഗ്നി സാന്നിധ്യമുള്ള ദ്രേക്കാണങ്ങളുണ്ട്, അതിനോടൊപ്പം അഗ്നി സാന്നിധ്യങ്ങളെ കാണിക്കുന്നതിന് അഗ്നിദ്രേക്കാണമെന്നും, 4 പാദങ്ങളുള്ള ചതുഷ്പാദം, 4 പാദങ്ങളുള്ള ജീവികളോ മൃഗങ്ങളെയൊക്കെ സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ദ്രേക്കാണങ്ങളെ ചതുഷ്പാദ ദ്രേക്കാണങ്ങളെന്നും, പക്ഷിയുടെ സാന്നിധ്യത്തെ കാണിക്കുന്ന ദ്രേക്കാണത്തെ പക്ഷി ദ്രേക്കാണം എന്നും, സർപ്പസാന്നിധ്യം കാണിക്കുന്ന ദ്രേക്കാണങ്ങളെ, സർപ്പത്തിൻ്റെ ചിഹ്നങ്ങളെ കാണിക്കുന്ന ദ്രേക്കാണങ്ങളെ സർപ്പദ്രേക്കാണമെന്നും, അതുപോലെ തന്നെ കോലമുഖ ദ്രേക്കാണമെന്നും പാശദ്രേക്കാണമെന്നും ഖരദ്രേക്കാണമെന്നും 22-ാം ദ്രേക്കാണത്തെ ഖരദ്രേക്കാണമെന്നും ഇങ്ങനെ പല വിഷയങ്ങൾ പറയും. അതുപോലെ തന്നെ സ്ത്രീ സാന്നിധ്യമുള്ള ദ്രേക്കാണങ്ങളെ സ്ത്രീ ദ്രേക്കാണമെന്നും, പുരുഷ സാന്നിധ്യമുള്ള ദ്രേക്കാണങ്ങളെ പുരുഷദ്രേക്കാണമെന്നും, അസുരദ്രേക്കാണമെന്നും, ദേവദ്രേക്കാണമെന്നും പല തരത്തിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള പഠനങ്ങളുണ്ട്. വളരെ ലോബറേറ്റായിട്ട് പഠിക്കേണ്ടതാണ്. അഷ്ടമഭാവം വരുന്ന സമയത്ത് ഈ ദ്രേക്കാണ സ്വരൂപത്തെ ആയുസ്സിന് എങ്ങനെ ഉപയോഗിക്കാം, വിഷയത്തെ എങ്ങനെ, ആയുസ്സും മരണതുല്യവും മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നതിനെക്കുറിച്ചൊക്കെ എങ്ങനെ ചിന്തിക്കാം എന്നുള്ളത് നമുക്ക് 8th ഹൗസ് പഠിക്കുന്ന സമയത്ത് നമുക്കിത് ദ്രേക്കാണ സ്വരൂപങ്ങളെക്കുറിച്ചോ, അല്ലെങ്കിൽ ആ സമയത്ത് പറ്റുവെച്ചാൽ നമുക്ക് സന്ദർഭിക വെച്ചാൽ അപ്പോഴത്തെ സമയം പോലെ, എൻ്റെ അന്നത്തെ അവസ്ഥ പോലെ, മാനസികാവസ്ഥ പോലെ, സാഹചര്യം പോലെ നമുക്ക് അന്ന് ഞാനത് വിശദമായിട്ട് പറയാം. ഇപ്പം നമുക്ക് തൽക്കാലം ഇവിടെ വെച്ച് ഇത് നിർത്താം. ദ്രേക്കാണങ്ങളുടെ വിഷയം ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. ദ്രേക്കാണം എന്ന് പറയുന്നത് മേടത്തിൻ്റെയാണ് പറഞ്ഞത്. അപ്പോൾ അത് അവിടെ ഒരു ഭാവാധിപൻ നിന്നാൽ 16th ദ്രേക്കാണ ലോഡ് ഒരാളുടെ ലഗ്നത്തിൽ നിന്നും, ലഗ്നം എഴുതിയിരിക്കുന്ന സ്ഫുടത്തിൽ നിന്നും, ആ ദ്രേക്കാണത്തിൽ നിന്നും എണ്ണിയാൽ 16ാമത്തെ ദ്രേക്കാണത്തിൻ്റെ ലോഡ് എന്ന് പറയുന്നത് ഇയാൾക്ക് അസുഖങ്ങൾ തരാൻ സാധ്യതയുള്ള ആളാണ്. അതുപോലെ തന്നെ 6th ഹൗസ് ലോഡ് കുജൻ, സാറ്റേൺ, അതായത് മാഴ്സും സാറ്റേണും അതുപോലെ തന്നെ അസുഖങ്ങൾ തരാൻ ഇതുള്ളതാണ്. ഈ 16th ദ്രേക്കാണം വരുന്ന ഭാവവുമായിട്ട് സൂചിപ്പിക്കുന്ന അസുഖങ്ങൾ, അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ഈ 6th ഹൗസ് ലോഡ്, 6th ഹൗസ്, ഇതെല്ലാവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെക്കുറിച്ചൊക്കെ കുറേ കാലം നിരീക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങൾ ഒരുമിച്ച് വരും നിങ്ങളുടെ മുന്നിലേക്ക്. 5-6 സാധനങ്ങൾ ഒരുമിച്ച് വരും. ഇതിനെല്ലാം കൂടെ ഒന്ന് പല നിരീക്ഷണങ്ങൾ നടത്തി കഴിയുമ്പം ഏതാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളതെന്നും മനസ്സിലാവും, ഏതൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നും മനസ്സിലാവും. അപ്പോൾ അത് സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയുകയും ചെയ്യും. ഇതിനേക്കാട്ടിലും കൂടുതൽ വിശദമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു സാധനമുണ്ട്. ഞാൻ പൊതുവെ ഈ രാശിയെക്കാട്ടിലും കൂടുതൽ സ്ഥിരമായിട്ടുള്ള ചക്രം എന്ന് പറയുന്നത് നക്ഷത്ര ചക്രമാണ്. അത് മാറത്തില്ല. രാശി പോലെ തന്നെ രാശിക്കുള്ളിലുള്ള സ്ഥിരചക്രം എന്ന് പറയുന്നത് നക്ഷത്ര ചക്രമാണ്. ഈ നക്ഷത്ര ചക്രത്തിന് ഇപ്പോൾ 1ാമത്തെ ജന്മനക്ഷത്രത്തിൽ നിന്ന് 3ാമത്തെ നക്ഷത്രം വിപത്ത് നക്ഷത്രം എന്നൊക്കെ പറയും, നമുക്ക് മുന്നാളം എന്നൊക്കെ പറയില്ലേ. അപ്പം ഇങ്ങനെ 1, 3, 5, 7, 9, 11 തുടങ്ങിയിട്ടുള്ള നക്ഷത്രങ്ങൾ, അവരുടെ ദശ, അവർ തരുന്ന രോഗങ്ങൾ, ഈ നക്ഷത്രങ്ങളിൽ നിന്നാൽ എന്തൊക്കെയാണ് അസുഖങ്ങൾ എന്നൊക്കെയുള്ളത്
സത്യമായിട്ടും പഠിച്ചാൽ നിങ്ങൾക്ക് ജ്യോതിഷത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും. അത് ബേസ് ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം ഒന്നും എല്ലാവരോടും പറയാൻ പറ്റില്ല, എല്ലാവരോടും പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഭാരതീയ ധർമ്മ സിദ്ധാന്തങ്ങൾ പറയുമ്പോൾ എല്ലാം സൂപ്പർസ്റ്റിഷനാണെന്ന് പറഞ്ഞ് ഇത് പറയുന്നവരെയും ഇത് പ്രചരിപ്പിക്കുന്നവരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെയെല്ലാം ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് വെച്ചുകൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നവർ തന്നെ പറയുന്നവരെ കുറിച്ച് നമ്മൾ അങ്ങ് ചവിട്ടി പറഞ്ഞ പ്രശ്നമായി തരും. ഇപ്പം ഇന്ന് രാവിലെ കൺസൾട്ടേഷനിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരാൾ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് 3 മാസമായിട്ട് വെൻറ്റിലേറ്ററിൽ കിടക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, ഡോക്ടർമാർക്കും അതിനൊരു എന്താവണം എന്നറിയില്ല. അപ്പം അവരിന്ന് വിളിച്ചപ്പം ആയുർദോഷമുണ്ട് ആ വ്യക്തിക്ക്. പക്ഷേ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം ഇവരാരെങ്കിലും ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് പുള്ളി പറഞ്ഞു ആയുർദോഷമുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞ് ഇവരാരെങ്കിലും വെൻറ്റിലേറ്ററിൽ നിന്ന് ഇതെടുത്ത് മാറ്റിയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയാൽ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്നു, അതിൻ്റെ പുറകിന് പോകുന്നു, ഇതിൻ്റെ പുറകിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ അകത്ത് പോകേണ്ടി വരും. കാരണം മേഴ്സി കില്ലിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അങ്ങ് തിരിച്ചു കളയും. ഞാനിത് ഈ കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ശിഷ്യന്മാരും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് അവിടെ ഇവർ കേട്ടോണ്ടിരിക്കുകയാണ്. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് പലരും കേട്ടോണ്ടിരിക്കുമായിരുന്നത്. ഇന്ന് കൺസൾട്ടേഷൻ ഉള്ളതല്ല, വളരെ എമർജൻസി ആയതുകൊണ്ട് എടുത്തതുമാണ്. അപ്പം ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറയുകയും ചെയ്തു, ഇത് സർവൈവ് ചെയ്യാൻ പാടാം എന്ന് പറഞ്ഞപ്പം എന്തുകൊണ്ട് അങ്ങ് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നാട് മോശമാണ്. തിരുവള്ളൂർ പറഞ്ഞ പോലെ സഭയറിഞ്ഞ് പേശണം, സമയം അറിഞ്ഞ് പേശണം, പേശിയും പഴകണം, പേശാതെയും പഴകണം. അപ്പം എല്ലാ കാര്യവും മനസ്സിലായിരുന്നാലും എല്ലാ കാര്യവും പറയാൻ പാടില്ല. കാരണം കാലം മോശമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഠിക്കുന്ന വിഷയങ്ങളെയും സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെയും ബോധപൂർവം ഇതിനൊരു വിലയില്ലാത്തതാണെന്നും മാക്സിമം ബാക്കിയുള്ളവരെല്ലാം കൈകാര്യം ചെയ്യുന്നത് നല്ലതാണെന്നും ഇത് ഭയങ്കര മോശമാണെന്നും വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇതിലെന്തെങ്കിലും ഒരു പ്രൊപ്പഗൻഡ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മറ്റേതെങ്കിലും ഇതുമായിട്ട് ഇപ്പോൾ സയൻസിൻ്റെ ഭാഗത്തുനിന്നൊരു പരാജയം വന്നു, അല്ലെങ്കിൽ ഒരു രോഗി മരിച്ചു, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സ്റ്റൂഡൻറ്റ് മരിച്ചു, അത് ഇത്ര കാര്യം വന്നാൽ അത് അവസാനിക്കും. ഒരു ഡോക്ടറിൻ്റെയോ മാനേജ്മെൻറ്റിൻ്റെയോ നെഞ്ചത്ത് വെച്ച് അത് അവസാനിപ്പിക്കും. പക്ഷേ ഇവിടെ ഒരു ശാസ്ത്രം പഠിച്ച ഒരാൾക്കൊരു കൈപ്പിഴ വന്നാൽ ആ കൈപ്പിഴ വന്ന ആളിനെയും ശാസ്ത്രത്തെയും കൂടി ഒരുമിച്ചാണ് ചീത്ത വിളിക്കുന്നത്. പൂർവാചാര്യന്മാരെയും പരമ്പരകളായിട്ട് തന്നിട്ടുള്ള അറിവുകളെയും എത്രയോ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ജീവിച്ച് വന്ന ആ മനുഷ്യരെ അടക്കം സർവരെയും ഒരുമിച്ചാണ് പൂജിച്ച് കളയുന്നത്. എത്രയോ തലമുറകളെയാണ് ചീത്ത വിളിക്കുന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു വിഷയം പറയാൻ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. പലരും തുറന്ന് പറഞ്ഞാലേ മനസ്സിലാവും, പലരും മറച്ചാണ് പറയുന്നതെന്നൊക്കെ പറയും വിളിക്കുമ്പോൾ. പക്ഷേ എല്ലാം ഒന്നും പറയരുതില്ല, അവരോട് പറയേണ്ടത് മാത്രം പറയുക, അവരെയും വിഷമിപ്പിക്കാതിരിക്കുക, നമ്മുടെ തടിയും സൂക്ഷിക്കുക. അപ്പോൾ ഇന്നത്തെ വിഷയം വന്നാൽ ഈ ഒരു വിഷയം വന്നാൽ അവർക്ക് ആ വ്യക്തി സർവൈവ് ചെയ്യില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ ആയുസ്സിനും ഒരുപാട് വേദനയൊന്നും തിന്നാതെ അദ്ദേഹത്തിന് ഈശ്വരൻ കൊടുക്കട്ടെ, നല്ലത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മൃത്യുഞ്ജയോമവും ധാരയും ഇത്യാദി കാര്യങ്ങൾ എഴുതാനും ഡോക്ടർമാരുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കൂ എന്ന് പറഞ്ഞ് ആ വിഷയം അവിടെ അങ്ങ് അവസാനിപ്പിച്ചു. പക്ഷെ വാസ്തവത്തിൽ ആ വ്യക്തി അധികകാലം സർവൈവ് ചെയ്യില്ല. മാക്സിമം ഒരു 90 ഡേയ്സ് അതിനുള്ളിൽ ആ വ്യക്തി മരിക്കും. കാരണം കാലം അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ ജാതകവും കാര്യങ്ങളും അങ്ങനെയാണ് പറയുന്നത്. അതൊരു 90 ദിവസത്തിനപ്പുറം അത് പോവില്ല. പക്ഷെ പറയാൻ കഴിയില്ല, നിസ്സഹായതയാണ്. കാലം തരുന്ന കുറേ പ്രഷറുകളുണ്ട്. അപ്പം ഞാൻ വീണ്ടും അതാണ് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ വന്ന് എവിടെയെങ്കിലും അത് ഇങ്ങനെ പറഞ്ഞു പോയാൽ ജ്യോതിഷൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അതെടുത്ത് മാറ്റാൻ ശ്രമിച്ചു വീട്ടുകാർ പറഞ്ഞിട്ട് ലാസ്റ്റ് വീട്ടുകാരും കാണത്തില്ല, ഡോക്ടറും കാണത്തില്ല, ഇവരാരും കാണത്തില്ല, പറഞ്ഞ ജ്യോതിഷനായിരിക്കും അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് ന്യൂസുകാർക്കും എല്ലാവർക്കും കുറച്ച് നേരത്തെ ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടി ഗോസിപ്പുകളെ ഇഷ്ടപ്പെടുന്ന, മറ്റുള്ളവരുടെ രഹസ്യത്തെ അറിയാൻ ഇഷ്ടപ്പെടുന്ന
ഒരു നാടിൻ്റെ ഒരു നീചാവസ്ഥയെ കൃത്യമായിട്ട്, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷേ ആ നീചാവസ്ഥയെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പോകുമ്പോൾ ഇതേപോലുള്ള ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവർ എപ്പോഴും ഇരകളാണ് എന്നുള്ളതാണ്. അത് ഉറപ്പാണ്. അതൊരു ഇരകളാണ്, ഉപദ്രവിക്കുകയും ചെയ്യും. അത് കഴിയുമ്പം നമ്മൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടെന്നൊന്നും ആർക്കും അറിയേണ്ടി വരില്ല. അപ്പം അതുകൊണ്ട് കൈകാര്യം ചെയ്യുമ്പം, ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പം പേശിയും പഴകണം, പേശാതെയും പഴകണം. തിരുവള്ളൂരിനെ ഓർക്കുക, സഭയും സമയവും അറിഞ്ഞു വേണം പെരുമാറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലാവും. മനസ്സിലായിക്കഴിഞ്ഞാൽ ഗോചരവും ദശയും എല്ലാം കൂടെ നോക്കിയിട്ട് ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പറയേണ്ടതാണെങ്കിൽ മാത്രമേ പറയാവൂ. അല്ലാത്തടത്ത് മൗനമായിട്ടിരിക്കുകയും അത് ഈശ്വരനോട് പറയുകയും ഗുരുപരമ്പരനോട് പറഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുകയും ചെയ്യുക. എന്നിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കാനും പറഞ്ഞ് വിട്ടുകൊള്ളുക. ഇതിലേക്കാണ് സ്വരൂപം വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബൃഹത് യോഗയാത്ര എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. സംസ്കൃത ഗ്രന്ഥമാണ്, അതിൻ്റെ മലയാളവുമുണ്ട്. അപ്പോൾ അതിനകത്തുനിന്നും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക. ഇതിലേക്കാണ് സ്വരൂപത്തെക്കുറിച്ചുള്ള ബുക്സുണ്ട്, മലയാളവുമുണ്ട്, ഇംഗ്ലീഷുണ്ട്, പല ഭാഷയിലുണ്ട്. അപ്പം അതൊക്കെ വാങ്ങിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ നക്ഷത്രങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചും 27 നക്ഷത്രങ്ങളിൽ 6-ാം ഭാവാദിനും 8-ാം ഭാവാദിനും ശനി കുജൻ ഗുളികനൊക്കെ നിന്നാലുള്ള ഫലങ്ങളെക്കുറിച്ചും നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.